ഹായ് ഗായ്സ്. അപ്പം ഞങ്ങളിപ്പോൾ നിങ്ങളുടെ ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 days മുന്നേ 2 or 3 days മുന്നേ നമ്മൾ അക്കൗണ്ട് മെയ് 21 കറക്റ്റ് പറയുകയാണെങ്കിൽ മെയ് 21 ഇന്നിപ്പം 24 അല്ലേ, 21 കേട്ടോ. 21 വൈകുന്നേരം ഒരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവന്റ് അക്കൗണ്ട് MT Lugar 98 എന്നുള്ള ഇവന്റ് അക്കൗണ്ട് പെട്ടെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു കാരണം ചെയ്തില്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് പോപ്പ മെസ്സേജ് എടുത്ത് പറയുന്നു യുവർ അക്കൗണ്ട് വാസ് സസ്പെൻഡഡ് ഓൺ May 21 എന്നുള്ളത് 2026. അത് കുഴപ്പമുള്ളതിനെ ഞാനപ്പോൾ ഫോണിൽ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫോൺ എടുത്ത് ഇതെന്താണെന്ന് വെച്ചാൽ ഓടി വന്ന് ഞാൻ നോക്കുമ്പോൾ സസ്പെൻഡഡ് അടിയിൽ അപ്പീലിനാവുന്നു മാത്രം. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു തരം അവസ്ഥയുണ്ട്. കാരണം അക്കൗണ്ട് നമുക്ക് ശരിയാണ്, നമുക്ക് വേറെ ഒക്കെ ഉണ്ടാക്കി എടുക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ച് നമ്മുടെ എല്ലാ സേവിങ് ആണത്. ഫോളോവേഴ്സ് നമുക്ക് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തവരെന്നും നമ്മളെ കൂടെ ഉണ്ടാവും, നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവര് എന്നും നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവര് നമ്മൾ ഇപ്പൊ എത്ര അക്കൗണ്ട് മാറി എടുത്താലും നമ്മളെ അക്കൗണ്ടാണ് ജെന്യൂനായിട്ട് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്ത് എന്തായാലും വരും. പക്ഷെ അതേപോലെയല്ല നമ്മൾ അതിനകത്ത് ഇട്ട വീഡിയോസ് അത് റീക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങൾ ക്യാമറ ഓൺ ആണെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ റെക്കോർഡഡ് ആക്കുന്നു എന്നുള്ളൂ, അല്ലാണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടല്ല വീഡിയോസ് എടുക്കുന്നത്. ഒക്കെ അപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങൾ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങൾ അങ്ങനെ ഇതാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എഡിറ്റഡ് കൂടെ അല്ല ഇതിനകത്ത് ഒന്നും പറഞ്ഞ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്യുന്നതും അല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമല്ലോ എന്നൊക്കെ ആലോചിച്ചു ഫുൾ 2 days നല്ല ഡിപ്രഷൻ പോലുള്ള അവസ്ഥയാണ് ഞങ്ങൾ. കാരണം ശരിയാണ്, ഇൻസ്റ്റാഗ്രാം ആണ് ഒക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്, അതിന് ഇത്ര ട്രസ്റ്റഡ് ആയി നിൽക്കുന്നതൊക്കെ എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞു, എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ശരിക്കും മനസ്സിലാവുന്നത്. ഇവൻ തന്നെ പലവട്ടം പറയും ഇൻസ്റ്റാഗ്രാം പോയാൽ എന്താ, ഇവൻ തന്നെ എത്ര വട്ടം എന്നോട് പറയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിട്ട് അപ്പൊ പോയാൽ എന്താ, നമ്മളെ വീഡിയോസ് വേറെ ഇടാം എന്നൊക്കെ പറഞ്ഞ. പക്ഷെ ഇവന്റെ ഉള്ളിലുള്ള 2 days ആണ് ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് അത് പോയാൽ ടെൻഷൻ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോഴാണ് ഇവൻ റിയാക്ട് ചെയ്തത്. അതുവരെ ഇവനില്ലേ അത് പോയാലിപ്പോ എന്താ എന്നുള്ളതായിരുന്നു. പക്ഷെ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഒരു ദിവസമൊക്കെ ഓക്കെ, 1-2 ദിവസമൊക്കെ ഓക്കെ. പിന്നെ നമ്മുടെ മെയിൻ അക്കൗണ്ട് പോലും വരില്ലല്ലോ, വേറെ അക്കൗണ്ട് ബൈക്കിന്റെ അക്കൗണ്ടാണ് ഞാൻ റീസെന്റ് യൂസ് ചെയ്തോണ്ടിരുന്നേ. പക്ഷെ അതിനകത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്കിന്റെ അക്കൗണ്ട് ഇവന്റെ അക്കൗണ്ടാ പോയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല എന്റെ ബ്ലൂടിക്ക് വെരിഫിക്കേഷൻ പ്രാവശ്യം വന്ന് കട്ടായി പോയതാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ അക്കൗണ്ട് വെരിഫൈഡ് ആണ്. ഇവന്റെ ബ്ലൂടിക്ക് വന്നിട്ടില്ല ഇതുവരെ. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു ഇവന്റെ അക്കൗണ്ട് പെട്ടെന്ന്. പിന്നെ അതുപോലെ നമ്മൾ 2024 സംതിങ്ങിൽ നമ്മൾ ഒരു വർക്ക് ഫ്രം ഹോമിന്റെ വീഡിയോസ് ചെയ്തിട്ട് ഞങ്ങളുടെ അക്കൗണ്ട് ഒരു 1 year അടുത്ത് 1 year അല്ല ഒരു 190 days ഡിസബിൾഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വർക്ക് ഫ്രം ഹോമിന്റെ ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടാണ് അത് ഞങ്ങൾ ഡിസബിൾഡ് മാറ്റിയെടുത്തത്. കാരണം മെയിൽ അയച്ചാലേ പോകുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ കിട്ടിയിരിക്കാൻ സ്ഥിതിക്ക് നമ്മൾ വിചാരിച്ചത് കറക്റ്റ് ആയിട്ട് സസ്പെൻഡ് ആയതാണ്, ഈ ബഗ്ഗല്ല എന്ന് വിചാരിച്ചു. പക്ഷേ എനിവേ താങ്ക് യു സോ മച്ച് ഇൻസ്റ്റാഗ്രാം ടീം, ഞങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി മെയിൽ കണ്ട് ഞങ്ങൾക്ക് തിരിച്ചു തരാൻ തോന്നിയതിന്. മാത്രമല്ല ഡൈനേഷൻ കൊണ്ടുള്ള ഒരു ഐഡി ഞാൻ ടാഗ് ചെയ്യാം. മൂപ്പർ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അവരുടെ സ്വന്തം അക്കൗണ്ട് പോയ പോലെ മൂപ്പര് അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി മെയിൽ അയക്കാനും ഓരോ അപ്ഡേറ്റിനും കുറെ പേര് സപ്പോർട്ട് ചെയ്തില്ല. എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, ചിന്തു. പിന്നെ അതേപോലെ എന്താ പറയുക, കുറെ പേര് ഞങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി താനും ഒക്കെ. എന്റെ കുറെ ഫ്രണ്ട്സ് അവരൊക്കെ സിറ്റുവേഷൻ മനസ്സിലാക്കി സാധാരണ ഞാൻ ഇത്രയും ഡിപ്രഷൻ ആണെന്ന് കാര്യം താനൊക്കെ നിങ്ങൾ എന്താ ആലോചിക്കല്ലേ, കൂളാവും വരും കിട്ടും എന്നൊക്കെ നമ്മളൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജിംബ്രു ആണെങ്കിലും കൂളായിരിക്കും വെച്ചോട്ടി നീ എന്താ ഇങ്ങനെ നീ ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ജിംബ്രുക്കാണെങ്കിൽ ഒരുപാട് എല്ലാവരും മെസ്സേജ് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എനിക്കില്ല, ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ടില്ല 2 days. ഫുൾ സാഡ് സ്റ്റോറീസ് മാത്രമേ ഉള്ളൂ. എങ്കിലും എന്നെ നോക്കുമ്പോൾ ഇവന്റെ അക്കൗണ്ട് അവിടെ കാണാനിട്ടില്ലേ ഇവനെന്തോ ആവട്ടെ, ഇവന്റെ കാര്യം ഇവന് ചിലപ്പോൾ അക്കൗണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇവന്റെ കാര്യം എനിക്കില്ലേ എന്റെ നേരെ നോക്കുമ്പോൾ ഇവന്റെ അക്കൗണ്ട് ഒന്നും കാണില്ല. എനിക്ക് റീൽ ഷെയർ നോക്കാൻ ഇവന്റെ അക്കൗണ്ടാണ് ഫസ്റ്റ് വരാനായിട്ട് എനിക്ക് എന്തോ ടെൻഷൻ ആയിരുന്നു. അയ്യോ 2 days ശരിക്കും നമ്മളൊരാള് ഞാനത് പിന്നീട് ഞാൻ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു. ഇത് കിട്ടിയില്ലെങ്കിലും ഞാൻ ഓക്കെ ആണ് എന്ന കാര്യം. പക്ഷെ റീസെന്റ് ഇന്ന് രാവിലെ വെറുതെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 324 പോസ്റ്റ് വന്ന് കിട്ടുന്നത്. അപ്പൊ എന്ത് സംബന്ധിച്ച് ഞാൻ പോയി നോക്കുമ്പോൾ ഇവന്റെ അക്കൗണ്ടാണ് വന്നിരിക്കുന്നു. ആ സമയം കിട്ടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ ശരിക്കും കംബാക്ക് തന്നെയാണ് ഞങ്ങളുടെ അത്രയും ഒരു സിറ്റുവേഷനിലൂടെ ഞങ്ങൾ ഇത് ചെയ്തിട്ടായിരിക്കണം മേ ബി തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. അക്കൗണ്ട് പോയി നമുക്ക് വേറെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിനകത്ത് പോസ്റ്റുകൾ അത് തിരിച്ചു കിട്ടുകയില്ല. അതാണ് അക്കൗണ്ട് ഫോളോവേഴ്സ് പോയ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ എപ്പോഴും നമ്മൾ കൂടെ തന്നെ കാണാം. നമ്മൾ എത്ര അക്കൗണ്ട് തുടങ്ങിയാലും നമ്മൾ കൂടെ ഉണ്ടാവും. പക്ഷേ അതിനകത്തെ പോസ്റ്റും കാര്യങ്ങളും നമുക്ക് തിരിച്ചെടുക്കാൻ എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് നമ്മൾ അത്രയും എത്ര നാളായി തുടങ്ങിയ ഫോമാണ്. ഞങ്ങൾ 3 years ആയിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 3 years നമ്മൾ ഇതിന്റെ ഫേമിലുണ്ട്.
അപ്പൊ നമ്മളെ ഡിസ്റ്റാന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പൊ തന്നെ അക്കൗണ്ട് സെക്യൂർ ആയി ഡീറ്റെയിൽസ് നമ്മളിലെ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ പേര്, കൊടുത്തിരിക്കുന്ന ID ഒക്കെ യൂസ് ചെയ്യുന്ന മെയിൽ മാത്രമേ അതിനകത്ത് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ സിറ്റുവേഷൻ ഫേസ് ചെയ്തപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിരുന്നു. എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ചാൽ പൈസ ചെയ്യാൻ പറ്റുന്ന പൈസ ഒക്കെ ചെയ്തോളൂ. ഞങ്ങൾക്ക് കിട്ടുന്നവർക്ക് പിന്നെ കിട്ടിയിട്ടെങ്കിൽ നിൽക്കാൻ നിൽക്കാം. കാരണം നല്ല ടിക്ക് പോയി ബ്ലൂ ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറെ അക്കൗണ്ട് വെരിഫൈഡ് ആയതുകൊണ്ട് അധികം അങ്ങനെ ബഗ് കിട്ടില്ല. ഇവര് അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ബഗ് കിട്ടിയത്. പക്ഷെ എന്തായാലും എല്ലാവർക്കും ഒരു ഫീലിംഗ്സ് മനസ്സിലാവും. അപ്പം എല്ലാവരും സെറ്റാക്കി. പിന്നെ അഥവാ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ എത്രയും വേഗം റിക്കവറി ടീംസിനായിട്ടുള്ള കുറെ പേരെ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് അവരോട് മെയിൽ അയക്കാം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ടാഗ് ചെയ്യുന്നത് ധനേഷ് സൂപ്പർ റിക്കവറിയുടെ ടീമാണ്. അപ്പം ആ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കി കൊടുക്കുക. അവനവന്റെ ഒരു 4 പേരുടെ ഫോളോവേഴ്സ് അക്കൗണ്ട് ആണെങ്കിലും അത് പോകുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. എത്രയോ പേര് 10 years ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് അവർക്കുണ്ടായിരുന്ന 100K ഒക്കെ പോയി നിൽക്കുന്നത്. പിന്നെ ഒരുപാട് പേര് വീഡിയോസ് നമ്മൾ കണ്ടു. പക്ഷെ അപ്പോഴൊക്കെ നമ്മളത് പാവല്ലേ എന്ന് പറഞ്ഞു നമുക്ക് വന്നപ്പോഴാണ് അത്രത്തോളം അവരുടെ സിറ്റുവേഷൻ മനസ്സിലാവുന്നത്. ഇപ്പൊ തന്നെ ഇവന് അക്കൗണ്ട് ഇല്ലെങ്കിൽ ലൈഫില്ല എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ 2 ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇവൻ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. അപ്പൊ എല്ലാവരും ഇതാക്കാൻ ഞാൻ റിക്കവറിന്റെ ഒരാളാണ് ധനേഷ് എന്നുള്ള മൂപ്പരെ ടാഗ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് മൂപ്പരെ. അപ്പം അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ആക്കും മൂപ്പര്. കാരണം ഞാൻ എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയതാണ്. ഈ അക്കൗണ്ട് പോയ സമയത്തില്ലേ മെറ്റയ്ക്കാണെങ്കിലും എല്ലായിടത്തും അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ ഹെൽപ്പ് സെന്ററിലേക്കും ഒക്കെ അവർ കുറെ മെയിൽ അയച്ച് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പിലെ നമ്മളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പം എല്ലാവർക്കും നമ്മുടെ സിറ്റുവേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി. താങ്ക് യു സോ മച്ച് മെറ്റ. നമ്മൾ വീണ്ടും കം ബാക്ക് ആണ്. അപ്പം പഴയ സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.